മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഏതാണ് എന്ന ചോദ്യത്തിനുള്ള ഒറ്റ ഉത്തരം ഒയ്യാരത്ത് ചന്തുമേനോൻ രചിച്ച് 1889 പ്രസിദ്ധീകരിക്കപ്പെട്ട ഇന്ദുലേഖയാണ്. ഇനി നിത്യയും ഇന്ദുലേഖയും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ, മലയാള സാഹിത്യത്തിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായ ഇന്ദുലേഖ പ്രതിലിപി FM-ലൂടെ എൻ്റെ ശബ്ദത്തിൽ ആദ്യമായിട്ട് എനിക്ക് നരേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 7 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇതുവരെ 3 ലക്ഷത്തിലധികം ആളുകൾ ഇന്ദുലേഖ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കേട്ട് കഴിഞ്ഞു. രണ്ടാമത്തേത് നിതാ നിസാം എഴുതിയ താലിയാണ്. ഇതുവരെ ശബ്ദം നൽകിയ കഥകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട കഥയും താലി തന്നെയാണ്. 8,72,000 ആൾക്കാരാണ് ഇതുവരെ കേട്ട് കഴിഞ്ഞത്. പിന്നീട് ഇങ്ങോട്ട് ചെയ്ത കഥകളാണ് സംഹാരരുദ്ര, കരോളിന, ബ്ലാക്ക് മാജിക്, സേതു, പെൺമനം, വേശ്യയുടെ മകൻ, മഹിരാവണൻ, അസിഡിക് വിക്ടിം, നൂപുരധ്വനി, എനിക്കായി വീണ്ടും സീസൺ 1 ആൻഡ് സീസൺ 2, പിന്നെ ലാസ്റ്റ് ചെയ്തത് അക്കരെ നിന്നൊരു മാരൻ. അടുത്ത കഥയുടെ പണിപ്പുരയിലാണ്. പ്രീമിയം കഥകൾ കേൾക്കാനായി ചെറിയൊരു തുക നൽകി അൺലോക്ക് ചെയ്യാം. സോ ഇഫ് യു ലവ് ടു ലിസണിങ് സ്റ്റോറീസ്, ഡു ട്രൈ ഇറ്റ് ഔട്ട്. ആൻഡ് റേറ്റിംഗ് നൽകാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. യുവർ ഫീഡ്ബാക്ക് മീൻസ് എ ലോട്ട്. അപ്പോൾ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്തോളൂ പ്രതിലിപി FM.